ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നോമ്പ് 8ന്റെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അത്താഴത്തിനുള്ള ചോറ് ആക്കി വെക്കുന്നത് നൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ പരിപാടി അതായിരിക്കും. അപ്പോൾ അതായി എല്ലാം നമ്മൾ കിടന്ന് നമ്മൾ അത്താഴത്തിന് വേണ്ടി എണീറ്റതാണ് കേട്ടോ. ഇന്ന് പരിപ്പ് താളിച്ചതും കേബേജ് ഉപ്പേരി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നിസ്കാരം ഓത്തൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു ടൈമിൽ കിടക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. ഞാൻ 2:30 ഒക്കെ ആയപ്പോഴേക്കും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിതാ ആദ്യം തന്നെ നമ്മൾ ബീഫൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് വറവിടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇന്ന് ബീഫ് കറിയും നെയ്പത്തിരിയും ആണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ ഡോണറ്റും മായോ ബോളും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ബീഫ് കറീൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വറവിട്ടെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചതാണ്. പിന്നെ അതൊന്ന് വറവിടുന്നിടത്താണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. വെളിച്ചെണ്ണയിൽ നല്ലോണം ആദ്യം തന്നെ കുരുമുളകിൻ്റെ പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബീഫ് കറി കുറച്ച് മുമ്പ് തന്നെ നമ്മൾ കറിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം കറി വെക്കലാണ്. പിന്നെ ബീഫ് കറിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ നമുക്ക് ഈ മല്ലിയില. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ പിന്നെ നമ്മളത് കോരി എടുക്കുമ്പോൾ ഉണ്ടാവുമല്ലോ നല്ലൊരു സ്മെല്ല്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. പിന്നെ അതാ ഞാൻ നെയ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ നെയ്പത്തിരി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ പ്രത്യേകമായിട്ട് കാണിക്കാഞ്ഞത് ഇതിൻ്റെ റെസിപ്പിയൊന്നും. പിന്നെ നെയ്പത്തിരിയൊക്കെ കുഴച്ച് അവിടെ ബോളാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട സമയത്ത് ഫ്രൈ ചെയ്ത് എടുക്കും. പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ചിക്കൻ ഡോണറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചെയ്യുന്നത് നീനുവാണ്. അപ്പോൾ അവളിതാ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ വേണ്ടത് നമുക്ക് മിൻറ്റിൻ്റെ ലീഫാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവള് മുറ്റത്ത് പോയിട്ട് അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ കുറവാണ്. എന്നാലും അത്യാവശ്യത്തിന് നമ്മൾ ആവശ്യത്തിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഓരോ ടീസ്പൂൺ വീതമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു സവാള ഇങ്ങനെ അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പെപ്പർ പൗഡറും സാൾട്ടും ആണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതൊന്നായിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്നാക്ക്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അതാ അങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ വേറൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കുക. പിന്നെയാണ് കേട്ടോ അത് ഷേപ്പൊക്കെ ആക്കി എടുക്കേണ്ടത്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി അതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. നമ്മൾ അത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ശരിക്കും നല്ല ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രൂപം ആവും കേട്ടോ. നല്ല ഉണ്ട് കേട്ടോ. ഉണ്ടാക്കാനും സുഖമാണ്, കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു ചപ്പാത്തി മാവൊക്കെ അതിൽ ലൂസായിട്ടുള്ള ഒരു പരിവായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കുകയാണ്. ഞാനവളും കൂടി തന്നെയാണ് ഷേപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കാം. അങ്ങനെ കേട്ടോ വിചാരിച്ച 2 ടൈപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടും കുറച്ച് കുറച്ച് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അല്ലാതെ കുറേ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാതൊന്നുമില്ല. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസ് തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക. പിന്നെ ഒന്ന് ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്യുക. അടിപൊളി സ്നാക്സ് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിങ്ങനെ ഓരോന്നും ആക്കി വെച്ച്
അപ്പോഴൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരാളും കൂടി കിച്ചണിലുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെ. എനിക്ക് ഇവളും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ഇഷ്ടമാണ് കേട്ടോ കിച്ചണിൽ നിൽക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇത് മോള് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരിഷ്ടം വെച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ കഴിച്ച സ്നാക്കൊക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ അങ്ങനെ ഇഷ്ടമാണ്. എനിക്ക് നല്ല പരിചയമുള്ള സ്നാക്കുകൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ നമ്മൾ അടുത്ത സ്നാക്ക് മയോ ബോളാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ക്രഷ് ചെയ്തത് വേവിച്ചിട്ട് ക്രഷ് ചെയ്തതും, പിന്നെ അതിലേക്ക് ഒരു സവാളയും ഒരു പച്ചമുളകും, പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മയോണൈസുമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ മയോണൈസ് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തന്നെയാണത്. എന്നാൽ പിന്നെ നമുക്ക് വലിയൊരു കേടുണ്ടാവില്ല. 1-2 ദിവസത്തേക്ക് നമ്മൾ അടിച്ചത് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു പ്രശ്നവുമില്ല. അപ്പം അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡാണ്. അതൊന്ന് വെറും പച്ചവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ കളയുക. പിന്നെ അതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക, ബോളാക്കി എടുക്കുക. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയതും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതും ഇതാണ് കേട്ടോ. നമ്മൾ ഒട്ടും എഗ്ഗ് യൂസ് ചെയ്യാത്തൊരു സ്നാക്കാണിത്. മയോണൈസിലാണെങ്കിലും ഞാൻ എഗ്ഗ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ബോളാക്കിയതിന് ശേഷം അതൊന്ന് എഗ്ഗില് ഡിപ്പ് ചെയ്യുന്നവരുണ്ട്. അതും വേണ്ട ആവശ്യമില്ല. അപ്പൊ ചെറിയൊരു നനവ് എന്തായാലും അതിന്റെ മുകളിലുണ്ടല്ലോ. നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ബ്രെഡ് ക്രംസ് ഒക്കെ അതിൽ അങ്ങനെ പിടിച്ചോളുന്നുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്നാക്കും. അപ്പോൾ രണ്ടും ഞാനൊന്നുണ്ടാക്കി, ഒന്ന് മോളും ഉണ്ടാക്കി. അപ്പോൾ രണ്ടും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ മാതിരി നല്ലത് തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ചായക്കും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്യുക. അതാണ് കേട്ടോ അടുത്ത പരിപാടി. പിന്നെ ഒരു ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഇതുവരെ അൽഹംദുലില്ലാ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതാ എല്ലാം സെറ്റാക്കി നമ്മളിങ്ങനെ റെഡി ആയി നിന്നപ്പോ ബാങ്ക് കൊടുത്ത്. അപ്പൊ അതാ നമ്മളെല്ലാരും കൂടി നോമ്പ് തുറക്കാണ്. മോന് എന്നും പള്ളിയിൽ പോകും കേട്ടോ നോമ്പറക്കാൻ. അവിടുന്ന് നോമ്പറന്ന് മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് വരിക. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് അപ്പോഴേക്കും ഇശാ ബാങ്കും കൊടുക്കുമല്ലോ. പിന്നെ അവന് തറാവിക്കൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. അപ്പോഴേക്കും നമ്മൾ നിസ്കാരവും കാര്യങ്ങളും മോളെ പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തു വെക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.